നമസ്കാരം, ഞാൻ രഹലാകൃഷ്ണ. 1966 കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസാണ് മാടത്തരുവി കേസ്. വിധവയായ മറിയക്കുട്ടി എന്ന സ്ത്രീയുടെ ജഡം ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്തുള്ള മാടത്തരുവിൽ 1966 ജൂൺ 16 കാണപ്പെട്ടതാണ് കേസിന് ആധാരം. ബെനഡിക്ട് ഓണംകുളം എന്ന സുറിയാനി കത്തോലിക്ക പുരോഹിതനാണ് കുറ്റവാളി എന്ന ആരോപണമാണ് കേസിലേക്ക് വ്യാപകമായ മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ചത്. ബെനഡിക്ട് മറിയക്കുട്ടിയുമായി അനാശാസ്യ ബന്ധം പുലർത്തിയിരുന്നുവെന്നും അവരുടെ മരണസമയത്ത് 2 വയസ്സുണ്ടായിരുന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു. ഈ കേസിൽ 1966 ജൂൺ 24 ബെനഡിക്ട് അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു കത്തോലിക്ക പുരോഹിതൻ ഇത്തരം കുറ്റാരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത്. കൊല്ലത്തെ സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്ന് 1966 നവംബർ 19 ബെനഡിക്ട് അച്ഛന് സെഷൻസ് ജഡ്ജി കുഞ്ഞിരാമൻ വൈദ്യർ 5 വർഷത്തെ കഠിന തടവും വധശിക്ഷയും വിധിച്ചു. കേസ് അന്വേഷിച്ച രീതിയിൽ പലതരം വീഴ്ചകളും കണ്ടെങ്കിലും പ്രതി പുരോഹിതനാണെന്നതിനാൽ കുറ്റകൃത്യത്തെ ഗൗരവമായി എടുത്ത് കഠിനതരമായ ശിക്ഷ വിധിക്കുകയായിരുന്നു സെഷൻസ് കോടതി. കീഴ്ക്കോടതിയുടെ ഈ നിലപാട് ബെനഡിക്റ്റിന്റെ അപ്പീൽ പരിഗണിച്ച കേരള ഹൈക്കോടതിയിലെ 2 അംഗ ബെഞ്ച് അംഗീകരിച്ചില്ല. ന്യായാധിപന്മാരായ PT രാമൻ, VB ഗോപാലനുമായിരുന്നു ആ ബെഞ്ചിലെ അംഗങ്ങൾ. നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് കരുതിയ അവർ മതിയായ തെളിവില്ലെന്ന കാരണം പറഞ്ഞ് 1967 ഏപ്രിൽ 7 പുറപ്പെടുവിച്ച വിധിയിൽ ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു. അപ്പീൽ പരിഗണിച്ച 2 അംഗ ബെഞ്ചിലെ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു PT രാമൻ നായർ. ന്യായാധിപനെന്ന നിലയിൽ തനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നതിൽ ഏറ്റവും വിഷമം പിടിച്ച കേസ് ഇതായിരുന്നെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2000 ആണ്ടിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു വെളിപ്പെടുത്തൽ അതിലേക്ക് വീണ്ടും ശ്രദ്ധയാകർഷിച്ചു. ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന മറിയക്കുട്ടി മരിച്ചത് അയാളുടെ ആവശ്യമനുസരിച്ച് ഒരു ഡോക്ടർ നടത്തിയ ഗർഭചിത്ര ശസ്ത്രക്രിയയെ തുടർന്നായിരുന്നെന്ന് ആ ഡോക്ടറുടെ 93 വയസ്സുള്ള പത്നിയും 2 മക്കളും ആദ്യം ബെനഡിക്റ്റിനോടും പിന്നീട് ചില മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. എസ്റ്റേറ്റ് ഉടമയും ഡോക്ടറും നേരത്തെ മരിച്ചിരുന്നു. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന അനിഷ്ട സംഭവങ്ങളിൽ ആത്മീയ സാന്ത്വനം തേടി ഒരു കത്തോലിക്ക പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ ഡോക്ടറുടെ പത്നി പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ തലവന്റെ അന്വേഷണത്തോട് പ്രതികരിച്ച് ഭർത്താവിന്റെ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ബെനഡിക്റ്റിനെ സന്ദർശിച്ച് മറിയക്കുട്ടിയുടെ മരണ പശ്ചാത്തലം വെളിപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പിരക്കുകയുമാണത്രേ ഉണ്ടായത്. കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ലഹരി വിഴുങ്ങുന്ന കേരളം. കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ. എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ. 1968 മറിയക്കുട്ടി കൊലക്കേസ്, 1980 കരിക്കിൻവില്ല കൊലപാതകം, സുകുമാരക്കുറുപ്പ്, 2011 സൗമ്യ വധക്കേസ്, കൊല്ലം അഞ്ചൽ വധക്കേസ്, 2016 കൂടത്തായി കൊലപാതകം, 2022 പാറശാല ഷാരോൺ വധക്കേസ്, 2020 പാലത്തായി കേസ്, 2022 ഇലന്തൂർ നരബലി, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി, കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം. എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും. ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി.